നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആന്റി ടെൻഷൻ അടിക്കണ്ട. ഹെഡ് ഇഞ്ചുറി വന്നതല്ലേ, അതിൻ്റെതായ പ്രശ്നങ്ങൾ ചില നെർവസിനും ഉണ്ട്. റെസ്റ്റ് എടുത്താൽ മാറിക്കൊള്ളുന്നു ഡോക്ടർ പറഞ്ഞു. അങ്ങനെ നിസ്സാരായി കാണരുത്. ധൃതി പിടിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യണ്ടായിരുന്നു. മുഴുവൻ ഭേദമായിട്ട് പോന്നാ മതിയായിരുന്നു. അതൊന്നും കുഴപ്പമില്ലമ്മേ. സാറിനെ നോക്കാൻ ഞാനിവിടെ ഇല്ലേ? എന്റെ ഒരു കണ്ണ് ചിമ്മാതെ പോലും ഞാൻ സാറിനെ നോക്കിക്കോളാം. കഷ്ടകാലമൊക്കെ തീർന്നെന്ന് കരുതിയാ മതി. ഇനിയുള്ള കാലം നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കണം. അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട, ഞങ്ങൾ സന്തോഷത്തോടെ തന്നെ ജീവിക്കും. ആശുപത്രിയിൽ മോനെ കാണാൻ വന്നപ്പോ വസുന്ധര മേഡം ഞങ്ങളോട് ഇത്തിരി മോശമായി പെരുമാറി. മേഡം എന്താ പറയുന്നതെന്ന് പോലും ആദ്യം എനിക്ക് മനസ്സിലായില്ല. പിന്നെയാ കള്ളക്കഥയുമായി ആ ദുഷ്ടം മിഥുൻ വന്ന കാര്യം ഞാൻ അറിഞ്ഞത്. 2 വർഷം മുമ്പ് അവൻ നിധിയെ ഒരുപാട് ശല്യം ചെയ്തിട്ടുണ്ട്. അന്ന് പോലീസ് പരാതി കൊടുത്തിട്ടാ അവന്റെ ദ്രോഹം ഒതുങ്ങിയത്. ഇത്രയും കാലത്തിനു ശേഷം അവൻ തിരിച്ചു വന്നത് എന്തോ കണക്കുകൂട്ടി തന്നെയാ. അവനെ ആരോ പറഞ്ഞിളക്കി വിട്ടതാ തീർച്ച. നിധി പണ്ട് കൊടുത്ത പരാതി ഇപ്പോഴും സ്റ്റേഷനിലുണ്ടാവും. ഇനി നിധി ഉള്ളിടത്ത് പോലും വരില്ലാന്ന് അവൻ എഴുതി കൊടുത്തതാ മോനെ. പഴങ്കഥ പറയാതെ ശിവാനിയുടെ കാര്യം പറ. പണ്ട് നടന്നത് എന്തോ ആയിക്കോട്ടെ ആന്റി, എനിക്ക് നിധിയെ പരിപൂർണ വിശ്വാസം. വീണ്ടും പ്രശ്നം ഉണ്ടാക്കാനാവും വരുവാണെങ്കിൽ വരട്ടെ. നേരിടാൻ നല്ല ചങ്കുറപ്പുള്ളവനാ ഞാൻ.